ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇപ്പോൾ 2025 മാർച്ചായി. ഇതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഫെബ്രുവരി 1 കിയ അവരുടെ പുതിയ സിറോസ് എന്ന് പറഞ്ഞ കോമ്പാക്ട് SUV ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇതൊരു പുതിയ ഫോർമുലയിൽ വന്ന വാഹനമാണ്. നമ്മൾ പൊതുവെ സബ്ഫോമീറ്റർ SUVs കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാം അത്യാവശ്യം ഒരു പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിലാണ് വരുന്നത്. അതായത് കുറഞ്ഞ പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ഒരുപാട് എക്സ്പെൻസീവ് ആവാതെ ഒരു മീഡിയം ലെവൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്ത് നിർത്തുക എന്നുള്ള രീതിയിലായിരുന്നു. കാരണം അതിന് മുകളിലേക്ക് അബോഫോമീറ്റർ കോമ്പാക്ട് SUVസിലേക്ക് പോകുകയാണെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടും, സൈസ് കിട്ടും, അങ്ങനെ ബെറ്റർ കംഫർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പൊതുവേ നമ്മുടെ ഒരു മാർക്കറ്റ് ട്രെൻഡ് ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ മാറ്റി എഴുതിക്കൊണ്ടാണ് കിയ അവരുടെ സിറോസ് എന്ന് പറഞ്ഞ SUV കൊണ്ട് വന്ന്. ശരിക്കും ടെക്നിക്കലി നോക്കാനാണെങ്കിൽ സെൽറ്റോസിലുള്ള പല ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ അതിലും കൂടുതൽ കിട്ടുന്നുണ്ട്. സോ അത് അത്യാവശ്യം യൂണിക് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പോയിന്റ് ആണ് ഈ വാഹനത്തിന്. അതായത് ഈ സെഗ്മെന്റിൽ തന്നെ ഇത്രയും ഫീച്ചേഴ്സും അതുപോലെ നല്ല കിടിലനായിട്ടുള്ള റിയർ സീറ്റ് എക്സ്പീരിയൻസും കൊടുക്കുക എന്നുള്ളത്. നമുക്കറിയാം ഇതിൻ്റെ സീറ്റ്സ് റിക്ലൈൻ ചെയ്യാനും സ്ലൈഡ് ചെയ്യാനും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബാക്കിൽ ഇഷ്ടംപോലെ സ്പേസും നല്ല കംഫർട്ടും ഒക്കെ കിട്ടുന്നുണ്ട്. ഈവൻ ഇവരുടെ തന്നെ ഈ സെയിം സെഗ്മെന്റിൽ വരുന്ന സോണറ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. സോ എന്തായാലും ഈ വാഹനത്തിന് 2025 ഫെബ്രുവരി 1 മുതൽ ഇതുവരെ കിട്ടിയിരിക്കുന്ന മൊത്തത്തിലുള്ളൊരു മാർക്കറ്റ് അനാലിസിസ് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബുക്കിംഗ്സ് ഒക്കെ വെച്ചിട്ട് ഇതുവരെ 2163 ബുക്കിംഗ്സ് ആണ് ഈ ഒരു വാഹനത്തിന് ലഭിച്ചിരിക്കുന്നത്. എനിക്കറിയാം ഒരു മാസമായി ഈ വണ്ടിയുടെ ബുക്കിംഗ് തുടങ്ങിയിട്ട്, എന്നിട്ട് ഇത്രയും കുറവേ ലഭിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. കാരണം പൊതുവെ മഹീന്ദ്ര മിക്കവാറൊക്കെ റെക്കോർഡുകൾ ഇടാറുള്ളതാണല്ലോ. അരമണിക്കൂറിൽ 1 ലക്ഷം, ഒരു മണിക്കൂറിൽ 50,000 എന്നൊക്കെ പറഞ്ഞു അവരുടെ ബാക്കി വാഹനങ്ങളൊക്കെ വെച്ച്. ഈവൻ അവരുടെ ഇലക്ട്രിക് വണ്ടികൾക്ക് വരെ ഒരു ദിവസം കൊണ്ട് 33,000-അടുത്ത് ബുക്കിംഗ് ഒക്കെ കിട്ടിയതായിരുന്നു, രണ്ടെണ്ണം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ. ഇതെന്തായാലും അത്രയൊന്നും ബുക്കിംഗ് കൊണ്ട് അങ്ങനെ ആൾക്കാർ ഞെട്ടിക്കാൻ കിയ ഉദ്ദേശിച്ചിട്ടില്ല. അവർ കറക്റ്റ് കണക്കുകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് പിടിച്ചാലും വണ്ടി സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നിപ്പോൾ കിയ എന്തായാലും തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഈ വാഹനത്തിന് അറൗണ്ട് 5,000 അടുത്ത് സെയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സെയിലല്ല, ആക്ച്വലി പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ്. ഒരു ആദ്യത്തെ മാസം അത്രയും വണ്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അതെന്തായാലും ഇനിയിപ്പോൾ വരും കാലങ്ങളിൽ അവർ ഇൻക്രീസ് ചെയ്യുമായിരിക്കും. കാരണം പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുന്നതനുസരിച്ച് അവർക്ക് വണ്ടിയുടെ ഡെലിവറീസ് അത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന ബുക്കിംഗ്സിൻ്റെ ഒരു സ്പ്ലിറ്റ് നോക്കാം. ഇതിൻ്റെ അകത്ത് തീർച്ചയായും ഈ ഒരു സെഗ്മെൻറ്റിൽ കൂടുതൽ ആൾക്കാരും പെട്രോൾ തന്നെയാണ് ഇപ്പോൾ പ്രിഫർ ചെയ്യാറുള്ളത്. പക്ഷേ ചില വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ 20% അല്ലെങ്കിൽ 25% വരെയൊക്കെ ആൾക്കാർ ഡീസൽ എടുക്കാറുള്ളൂ. ഇതിലതിലും കമ്പാരിറ്റീവ്ലി ഇത്തിരി കൊണ്ട് കൂടുതൽ ആൾക്കാർ അറൗണ്ട് 33% അടുത്ത് ആൾക്കാർ ഡീസൽ ചൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബാക്കി 67% ആൾക്കാരാണ് ഈ ഒരു വാഹനത്തിൽ പെട്രോൾ ചൂസ് ചെയ്യുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കിയ സോണറ്റിൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് പോയിന്റിൽ വരുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ആ എഞ്ചിനാണ് 1 ലിറ്റർ ടർബോയ്ക്കൊക്കെ പകരം ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ഡീസൽ ഉണ്ടായിരുന്നെങ്കിലും പെട്രോൾ തന്നെയായിരുന്നു ആൾക്കാർ അത്യാവശ്യം നന്നായിട്ട് പ്രിഫർ ചെയ്തുകൊണ്ടിരുന്ന ഒരു മോഡൽ. പക്ഷേ ഈ വണ്ടിയിലേക്ക് വരുമ്പം അങ്ങനെ ഒരുപാട് വില കുറയ്ക്കേണ്ട എന്ന് വിചാരിച്ച് തന്നെയാണ് അവർ 1.2 പെട്രോൾ എഞ്ചിൻ എലിമിനേറ്റ് ചെയ്ത് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ മാത്രം ആക്കിയത്. ടർബോ എന്ന് പറയുമ്പോൾ GDI എഞ്ചിനാണ്, ഗ്യാസിലിൻ ഡയറക്ട് ഇഞ്ചക്ഷനാണ്, അത്യാവശ്യം നല്ല ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വരുന്ന എഞ്ചിനാണ്. ഹ്യുണ്ടായും കിയയും ഈ ഒരു എഞ്ചിൻ കുറച്ച് കാലമായിട്ട് ഏകദേശം 2020 മുതൽ അവരുടെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനാണിത്. ഇപ്പം BS6.2 കംപ്ലൈ ചെയ്ത് വരുന്ന എഞ്ചിൻസ് ആണ്. 120 PS പവറും അതുപോലെ 172 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് മാത്രം കൊടുത്തുകൊണ്ട് എന്തായാലും ഈ ഒരു എഞ്ചിൻ അവർക്ക് ഇനി മാക്സിമം സെയിൽസ് പിടിക്കാൻ പറ്റും ഈ ഒരു വണ്ടി വെച്ച്. ഇനി നമ്മൾ ഓട്ടോമാറ്റിക് മാനുവലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 38% ആൾക്കാരാണ് ഈ ഒരു വാഹനത്തിൽ ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ലൊരു സിമ്പിൾ തന്നെയാണ്. കാരണം പൊതുവേ ഇപ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കാണ് കൂടുതലും പ്രിഫർ ചെയ്യാറുള്ളത് മാനുവലിന് മുകളിൽ. നമുക്ക് ആ ഒരു സിറ്റിയിലൂടെ ഓടിക്കുന്ന സമയത്ത് അഡീഷണൽ കംഫർട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. ഈ വണ്ടിയിലാണെങ്കിലും അവർ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ് പെട്രോളിൻ്റെ കൂടെ കൊടുക്കുന്നത്. ഡീസലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും കിട്ടുന്നുണ്ട്. അവർ പിന്നെ മറ്റതിൽ കൊടുക്കുന്ന പോലെ അങ്ങനെ IMT ട്രാൻസ്മിഷൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. അതിന് വരെ നമുക്ക് പ്രോപ്പർ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻസ് തന്നെയാണ് കിട്ടുന്നത്. ഇനി അടുത്തത് ഈ വാഹനത്തിൻ്റെ പ്രൈസിങ്ങും അതുപോലെ ഇതിൻ്റെ വേരിയൻസിൻ്റെ ഒക്കെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ആൾക്കാർ 46% അടുത്ത് പ്രിഫർ ചെയ്തിരിക്കുന്ന ടോപ്പ് എൻഡ് വേരിയൻസ് ആണ്. അതായത് എക്സാക്ട് ടോപ്പ് എൻഡ് ആണെന്നല്ല, പക്ഷേ കുറച്ചുകൂടെ ഹയർ ട്രിം ലെവൽസ് നിൽക്കുന്ന വേരിയൻസ് ആണ്. ഇനീഷ്യലി ഇതിൻ്റെ പ്രൈസ് വന്ന സമയത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്ത് ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻസിനെ പറ്റിയായിരുന്നു. ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണെന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ഒരു താഴെ നിൽക്കുന്ന വേരിയൻസിനെ പറ്റി അധികം ആൾക്കാരൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം 8.99 lakhs-ലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പ്രൈസ് പോയിന്റ് ആണ്. കാരണം പൊതുവേ ഈ സെഗ്മെൻറ്റിൽ വണ്ടികളെല്ലാം ഒരു 8.5 lakhs ആ റേഞ്ചിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് എന്തായാലും ഈ വണ്ടി എന്ന് പറയുമ്പോൾ ബേസ് മോഡൽ മുതൽ തന്നെ ടർബോ പെട്രോളാണ് വരുന്നത്. പിന്നെ ആവശ്യത്തിന് ഫീച്ചേഴ്സൊക്കെ വരെ ബേസ് മോഡൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്കും 16.99 lakhs ആണ് ഇതിൻ്റെ അഡാസ് ഇല്ലാത്ത മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം ഉള്ള ടോപ്പ് എൻഡ് വേണമെന്നുണ്ടെങ്കിൽ 17.8 lakhs-ലേക്ക് അതിൻ്റെ മാക്സിമം പ്രൈസ് പോകുന്നുണ്ട്. സോ അത് ഓൺ റോഡ് വരുമ്പോൾ എങ്ങനെയായാലും 21 ലക്ഷം രൂപയുടെ അടുത്താകും. ആ ഒരു പ്രൈസിനൊക്കെ ഈ വണ്ടി എടുക്കണോ എന്ന് ചോദിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും
എന്തായാലും അത്രയും എഡാസുള്ള വേരിയൻസ് അല്ലെങ്കിൽ പോലും ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന വേരിയൻസ് ഇഷ്ടം പോലെ ആൾക്കാർ, അതായത് ഓൾമോസ്റ്റ് പകുതി 46 എന്ന് പറയുമ്പം ഏകദേശം പകുതിയുടെ അടുത്തായല്ലോ, അത്ര ആൾക്കാർ ഇതിൻ്റെ അത്രയും ടോപ്പ് ആൻഡ് വേരിയൻസ് പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പ്രിഫർ ചെയ്യുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അത്രയും ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സെൽറ്റോസ് എടുക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അത്രയും വലിയ വണ്ടി വേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്രയും ഫീച്ചേഴ്സ് ഇതിനകത്ത് കിട്ടുമ്പോൾ ആൾക്കാർ ആ വണ്ടിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിനകപ്പാടെ നമുക്കിപ്പം ഒരു പ്ലസ് പോയിന്റ് പറയാൻ പറ്റുന്ന മാസീവ് ആ ഒരു ലുക്കാണ്. ഈ വണ്ടി കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു ലുക്കിലാണ് വരുന്നത്, പക്ഷേ സ്പേസിൻ്റെ കാര്യത്തിലൊക്കെ ഇത് സെൽറ്റോസുമായിട്ട് കട്ടയ്ക്ക് പിടിച്ച് വെക്കും. ഈവൻ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആകപ്പാടെ സബ്ഫോമീറ്റർ ആണെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് സീറ്റ്സ് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഇപ്പോൾ ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സീറ്റ്സ് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കിട്ടും. ഇനിയിപ്പോൾ ബാക്കിൽ അധികം ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ബൂട്ട് സ്പേസ് അധികം വേണ്ട എന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് മാക്സിമം സ്ലൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് കുറഞ്ഞെങ്കിലും നമുക്ക് അത്രയും തന്നെ സ്ഥലവും കൂടുതൽ കിട്ടും. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ പ്ലസ് പോയിന്റ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എഡാസിൻ്റെ കേസ് 46% അടുത്ത ആൾക്കാർ ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻസ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അതിൽ തന്നെ 18% ആൾക്കാർ ഇതിൻ്റെ എഡാസ് ഉള്ള മോഡലാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത് ടോട്ടൽ ബുക്കിങ്സിൽ. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്പറാണ്. കാരണം 17.8 lakhs എക്സ്ഷോറൂം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല 21 lakhsന് മുകളിലായിട്ട് അതിന് ഓൺ റോഡ് പ്രൈസ് വരും. എന്നിട്ടും ആൾക്കാർ എഡാസ് ഉള്ള മോഡൽസ് പ്രിഫർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതും വളരെ നല്ലൊരു കാര്യമാണ്. ഇനി ഇതിൻ്റെ കളർ ഓപ്ഷൻസിൻ്റെയൊക്കെ സ്പ്ലിറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ അത് വന്നതുകൊണ്ട് ഞാൻ പറയാം. നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ ഡിമാൻഡ് വന്നിരിക്കുന്ന 3 കളേഴ്സിനാണ്, ബ്ലാക്ക്, വൈറ്റ്, അതുപോലെ തന്നെ ബ്ലൂ ആണ് അവർ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഗ്ലേഷ്യർ വൈറ്റ് എന്ന് പറയുന്ന ഇവരുടെ വൈറ്റ് കളറിനാണ്. 32% ആൾക്കാരാണ് ആ വേരിയൻറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ടോട്ടൽ ബുക്കിങ്സിൽ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ബ്ലാക്ക് കളറാണ്. 26% ആണ് ഇവരുടെ അറോറ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞ കളറിന് ടോട്ടൽ ബുക്കിങ്സ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെയാണ് നമ്മുടെ ഫ്രോസ്റ്റ് ബ്ലൂ എന്ന് പറഞ്ഞ ബ്ലൂ കളർ നിൽക്കുന്നത്. അതിനും 20% അടുത്ത് ബുക്കിങ്സ് കിട്ടിയിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുമ്പം അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ഈ വാഹനത്തിന് ഈ ഇത്തരത്തിലുള്ള കളേഴ്സിന് വന്നിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ നോർമൽ കളേഴ്സാണ്, പക്ഷേ ബ്ലൂ അത്യാവശ്യം നല്ലൊരു എടുത്ത് നിൽക്കുന്ന കളറാണ് ഈ വാഹനത്തിൽ. എന്തായാലും ഇവരിങ്ങനെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഒരു സബ്ഫോമീറ്റർ SUV ഇറക്കി അതിന് ഡിമാൻഡ് കണ്ടെത്തിയ സ്ഥിതിക്ക് ബാക്കിയുള്ള പ്ലേയേഴ്സും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഇനിയിപ്പം ഉറ്റുനോക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണ എപ്പോഴും അങ്ങനെയാണല്ലോ, ആരെങ്കിലും ഒരു വണ്ടി ഇറക്കി ടെസ്റ്റ് ചെയ്യും, അത് ഫെയിൽ ആവുകയാണെങ്കിൽ ബാക്കിയുള്ളവരെ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കില്ല. പക്ഷേ എങ്ങാനും നന്നായിട്ട് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കമ്പനികളും ആ ഒരു സെഗ്മെൻറ്റിൽ വണ്ടികൾ ഇറക്കി തുടങ്ങും. ആൻഡ് ഇതിനൊരു കോമ്പറ്റീഷനും ആയി തുടങ്ങും. ഇനിയിപ്പോൾ മാരുതി സുസുക്കി ഇതുപോലെ തന്നെ വേറൊരു സബ്ഫോമീറ്റർ SUV ഇറക്കുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, ഹൈബ്രിഡ് പവർട്രെയിനൊക്കെ വെച്ചിട്ട്. അവരുടെ ആദ്യമായിട്ട് നമ്മുടെ ആ ഒരു സീരീസ് ഹൈബ്രിഡ് പവർട്രെയിൻ വെച്ച് വരുന്ന വണ്ടിയും അതിനകത്തായിരിക്കും ഡെബ്യൂ എന്നാണ് പറയുന്നത്. ആദ്യം ഫ്രോങ്സിൽ വരുന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്, ഷിപ്പ് ഈ വണ്ടിയിൽ വരും എന്നാണ് പറയുന്നത്. എന്തായാലും അത് നമുക്ക് നോക്കാം. അവർ അങ്ങനത്തെ ഒരു വണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഈ അടുത്ത ഓട്ടോക്കാരൻ്റെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ തന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഹ്യുണ്ടായുടെ K1 പ്ലാറ്റ്ഫോമിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്, സെറോസ്. ബാക്കി വണ്ടികളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ i20 ആയാലും ക്രെറ്റ ആയാലും സെൽറ്റോസ് ആയാലും ഈവൻ സോണറ്റ് വെന്യൂ തുടങ്ങിയ വണ്ടികളൊക്കെ K2 പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഇത് അതിലും താഴത്ത് നിൽക്കുന്ന നമ്മുടെ ഗ്രാൻഡ് ഐറ്റൻ പോലുള്ള വാഹനങ്ങളുടെയൊക്കെ K1 പ്ലാറ്റ്ഫോം എടുത്തിട്ടാണ് അവർ ഇത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി അതിനും മുകളിലത്തെ പ്രൈസ് പോയിന്റിൽ ഇങ്ങനെ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. ആൻഡ് അതിൽ സക്സസ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ അതിന് നമ്മൾ കേക്ക് നല്ലൊരു കാര്യം, അതായത് നല്ലൊരു കൈ കൊടുത്തേ പറ്റുള്ളൂ. എന്തായാലും ഗൈസ് ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.